ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാർച്ച് 22 സ്റ്റോക്സും നിഫ്റ്റിൻ്റെ ലെവൽസും ആണ് നോക്കുന്നത്. നമുക്ക് നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ നല്ല രീതിയിൽ ഒരു അപ്വാർഡ് മൊമെൻറ്റം തന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഇത് നല്ലൊരു ബുള്ളിഷ്നെസ്സിൻ്റെ സൈനാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫോൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് ആയിരിക്കാം. അങ്ങനെ നമുക്കതിനെ കണക്കാക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിൽ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട് പല സ്റ്റോക്കുകളും. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ട്രെങ്തൻ വന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടന്നു. അതിന് ശേഷമാണ് ഈ നല്ലൊരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞ പോലെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആയിരുന്നു. ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നാളെയും ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മൊമെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. ഓക്കെ, കാരണം മൈൻഡ് സെറ്റ് ഇപ്പം മാർക്കറ്റിൻ്റെ മൊത്തം മൂഡ് ചെറിയൊരു ബുള്ളിഷ്നെസ്സിലേക്ക് മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കതിൻ്റെ ലെവൽസ് നോക്കാം. ഇങ്ങനെയൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനെയും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, അതിനെയും സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. 14,500 എന്നുള്ളത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അതിനെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡേ എൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും വീണ്ടും ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത് 14,500 മേലെ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം തന്നുകൊണ്ട് തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത് 14,900 എന്നുള്ളൊരു സോണായിരിക്കും. ഇനിയൊരു സെൽ എൻട്രിക്ക് ഈ ഒരു ഭാഗത്ത് റേഞ്ച് വയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നതിനനുസരിച്ച് നമുക്കൊരു സെൽ എൻട്രി പരിഗണിക്കാം. നമുക്ക് ഫിബോണാക്കി ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഫിബോണാക്കി ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനാണ് 50% വരുന്നത്. അതായത് നമ്മളൊരു 50% റീട്രേസ്മെൻറ്റ് കണക്കാക്കുകയാണെങ്കിൽ 14,832 എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് 14,850, ഈ 900 ഈ ഒരു റീജിയൻ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷമാണ് ഫോൾ വരുന്നതും ഇതിന് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും മൂവ്മെൻറ്റ്. ഓക്കെ, ഒരു ട്രെൻഡ് മാറുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കും, അതിന് ശേഷം ചെറിയൊരു റീട്രേസ്മെൻറ്റ് തരും, അതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകും. ഇതിപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു എന്തായി ഹയർ ഹൈ ഉണ്ടായി, ഇതൊരു ലോവർ ഹൈ, വീണ്ടും മുകളിലേക്ക് പോകും. ഇങ്ങനെ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ എൻട്രി എടുക്കാം. നല്ലൊരു അപ്വാർഡ് മൂവ്മെൻറ്റ് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ചാനലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചുമ്മാ അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് വരും, വീണ്ടും ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നമ്മൾ ഫിബോണാക്കി ഇട്ട് നോക്കാം. ഫിബോണാക്കി ഇതിലിട്ട് നോക്കുമ്പോൾ 50% വരുന്നത് ഈ ഒരു റീജിയനാണ്, 35,000 റീജിയനാണ്. 35,000 റെസിസ്റ്റൻസ് സോണായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം 35,000 എന്നുള്ള റീജിയൻ 2-3 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റീജിയനിൽ എത്തുമ്പോൾ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ആ ഭാഗത്തെത്തുമ്പോൾ എന്തായാലും വരും, ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. നിഫ്റ്റിക്ക് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയൊരു സെല്ലിംഗ് പ്രഷർ നമ്മൾ പറഞ്ഞില്ലേ, എവിടെ നിന്നാണോ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് അവിടെ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി പറഞ്ഞു നമ്മുടെ സ്റ്റോക്സിലേക്ക് കിടക്കാം. ഭാരതി എയർടെൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റോക്സിൽ പെടുത്തിയിരുന്നു. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു റീജിയനിൽ നല്ല രീതിയിൽ കൺസോളിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ റീജിയനിൽ വരുന്നു, ഇവിടെ ഹിറ്റ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഈ റീജിയനിൽ ഹിറ്റ് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക്, വീണ്ടും മുകളിലേക്ക്. ഓക്കെ, അങ്ങനെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 535 എന്നുള്ള റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്വാർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, കണ്ടാലറിയാം, വിത്ത് ഹ്യൂജ് വോളിയം. അതിനർത്ഥം ഇതിലൊരു നല്ലൊരു മൊമെൻറ്റം ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് അതിനനുസരിച്ചൊരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു റീജിയൻ വരെ എത്തുന്ന രീതിയിൽ. പക്ഷേ അതിൻ്റെ പ്രീവിയസ് ഡേ തന്ന ക്യാൻഡിലും ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബൈയിങ് സൈഡിലേക്കായിരിക്കും കൂടുതലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇങ്ങനെ കൺസോൾട്ടേഷൻ തന്നതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മൊമെൻറ്റം കിട്ടും, നമുക്കൊരു സ്വിങ് ആയിട്ടൊക്കെ പരിഗണിക്കാവുന്നതാണ്. ഇത് പവർ ഗ്രിഡാണ്. പവർ ഗ്രിഡ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ വീക്കിലും ഈ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയും പറഞ്ഞ സ്റ്റോക്കുകളിലുള്ള
അതാണ് പവർ ഗ്രിഡ്. ഓക്കെ, പവർ ഗ്രിഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മൂവ്മെൻറ്റ് തന്നു. നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു സോൺ എന്നുള്ളത് ഈ ഒരു സോണാണ്. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ പ്രസൻസ് നോക്കിയാൽ ഹൈ ആണ് ഇതിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 240 റീജിയനിലേക്കൊക്കെ നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനൊരു ട്രെൻഡ് ലൈനും ഉണ്ട്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് കൂടിയാണ് ഇത്. ഗ്രാസിം അതുപോലെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ റീജിയനിൽ. ഇത് കണ്ടോ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അത്യാവശ്യം വോളിയം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു അപ്വേർഡ് മൊമെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കമിൻസിൻ്റെ സെയിം എഫക്റ്റാണ്, കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വിത്ത് ഹ്യൂജ് വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു 920 മൂവ്മെൻറ്റ്, 920 വരെയൊക്കെയുള്ള മൂവ്മെൻറ്റ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം തന്നെ ആയിരിക്കും കിട്ടുക. അടുത്തത് SR ട്രാൻസ്പിൻ ആണ്. SR ട്രാൻസ്പിന്നിന് നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. കാരണം ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രയാങ്കിൾ ഫോർമേഷൻ ബ്രേക്ക് ഔട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ലെവൽസ് പറയാം. എയർടെൽ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിൾ ബോട്ടാണ് ഫോർമേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും ഇവിടുന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രിക്ക് പരിഗണിക്കാം. ഓക്കെ, ഇതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. അടുത്തത് പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് പ്ലസ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ഔട്ട് ആണ്. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. ഗ്രാസിം ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആയിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കമൻസി നമ്മൾ പറഞ്ഞു ഈ ഒരു റീജിയനിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മുകളിലേക്ക് പോകുന്ന വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ട് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നു, പക്ഷേ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും താഴത്തേക്ക് വന്നു, വീണ്ടും ആ റീജിയനിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്കൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, ഈ ഒരു ഫോർമേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ എൻട്രിക്ക് പരിഗണിക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു റീജിയനാക്കി 922 എന്നുള്ള റീജിയനൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ 900 എന്നുള്ള ഒരു റൗണ്ട് റീജിയൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് വരും. അതിന് ശേഷം നമ്മൾ ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഓക്കെ, ഈ ഒരു ഫോർമേഷൻ വരുമ്പോൾ ഈ ഒരു റീജിയനിലൊക്കെ ബൈ ചെയ്യുക. ഇതിന് താഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് SR ട്രാൻസ്പിൻ ആണ്, സ്ട്രെയിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇതിങ്ങനെ ഒരു വെഡ്ജ് ടൈപ്പ് പാറ്റേൺ ആണ്. ഇതൊരു നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ടും കൂടി പരിഗണിക്കാം നമുക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 1400 റീജിയനൊക്കെ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി. നമ്മളിനി വീഡിയോ ഒരു 100 ആയിക്കഴിഞ്ഞാൽ നിർത്താനുള്ളൊരു പ്ലാൻ ഉണ്ട്. കാരണം ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റൗണ്ട് ഫിഗർ ആയിട്ട് നിർത്താനുള്ളൊരു പ്ലാനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയെങ്കിലും മാക്സിമം നമ്മൾ സപ്പോർട്ട് തരുന്നതാണ്.